2026 ഓഗസ്റ്റ് 5 ബുധനാഴ്ച വത്തിക്കാനിൽ നടന്ന പൊതു കൂടിക്കാഴ്ച വേളയിൽ ആരാധനാക്രമവുമായി ബന്ധപ്പെട്ട സാക്രോസാങ്ക്തും കൊഞ്ചീലിയും എന്ന പ്രമാണരേഖയെ ആധാരമാക്കി സഭാ ജീവിതത്തിൽ യാമപ്രാർത്ഥനകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കവേ പരിശുദ്ധ പിതാവ് ലിയോ പാപ്പ ഇങ്ങനെ ഓർമ്മിപ്പിച്ചു. യാമപ്രാർത്ഥനകൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ വിശുദ്ധീകരിക്കുന്നു. വിശുദ്ധ കുർബാനയും യാമപ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിനെ പ്രവഹിപ്പിക്കുന്ന സഭയുടെ ജീവന്റെ ശ്വാസമാണ്. ഈ പ്രാർത്ഥനയിലൂടെ ക്രിസ്തു മനുഷ്യരാശിയെ മുഴുവൻ തന്നിലേക്ക് അടുപ്പിക്കുകയും അനുദിനം നാം കൂടുതൽ പെസഹ രഹസ്യവുമായി ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ പിതാവിന്റെ ഈ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രഭാതത്തിലും സായാഹ്നത്തിലുമുള്ള യാമപ്രാർത്ഥനകൾ നെയ്യാറ്റിൻകര രൂപത മീഡിയ മിനിസ്ട്രി സാൻജോ കമ്മ്യൂണിക്കേഷൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശ്വാസ സമൂഹത്തിന് ലഭ്യമാക്കുകയാണ്. ഇടവക മീഡിയ മിനിസ്ട്രി വഴിയും DCCകൾ വഴിയും യാമപ്രാർത്ഥനകൾ കേൾക്കുവാനും പ്രാർത്ഥിക്കുവാനും ഇടവക അംഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓരോ പ്രാർത്ഥന യാമവും പ്രത്യാശയുടെ അടയാളമാണെന്നും ഭൂമിയിലെ ഈ തീർത്ഥാടന കാലത്ത് സഭ മുഴുവനോടും ചേർന്ന് കർത്താവിന്റെ മഹത്വപൂർണമായ തിരിച്ചുവരവിനായി നാം ജാഗരൂകരായി കാത്തിരിക്കുകയുമാണെന്ന ആഹ്വാനം ഇതിലൂടെ ഇടവക ജനത്തിന് നൽകുകയും ചെയ്യുന്നു. മീഡിയ മിനിസ്ട്രി പേയാട് ഇടവക.